ജിതിൻ, എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്? പുഴയിലെ തെരച്ചിൽ ആരംഭിച്ചു. ഞാൻ അല്പസമയം മുമ്പ് അഭിഷേകുമായി സംസാരിച്ചു. അപ്പോൾ പുഴയിലെ തെരച്ചിൽ സ്കൂബ സംഘം തുടങ്ങി എന്നാണ് അഭിഷേക് അറിയിച്ചത്. അങ്ങനെ തന്നെയല്ലേ? അതെ, അങ്ങനെ തന്നെ, തീർച്ചയായിട്ടും അവര് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ഇവിടെ എല്ലാവരെയും പുഴ ടീമിന് അതേപോലെ തന്നെ ഈ നദീതീരത്തുള്ള മൺകൂമാരം അതും നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തീരത്തിന്, അതായത് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇന്നലെ നീക്കിയ സ്ഥലത്ത് നീക്കുന്നുണ്ടോ മണ്ണ്? അവിടെ ഇല്ലാന്ന് ഏകദേശം ഉറപ്പ് വരുത്തിയിട്ടതിന് ശേഷമാണ് അവർ ഇപ്പുറത്തേക്ക് മാറിയത്. പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുന്നത് ഈ പുഴയുടെ തീരത്ത് തന്നെയാണ്. അവിടെയുള്ള മൺകൂന ഏകദേശം റോഡിന്റെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ ജിതിൻ? ഇല്ല, മൺകൂന ഇനി അറ്റ്ലീസ്റ്റ് ഒരു 2 മീറ്ററും കൂടി താവേണ്ടി വരും. ഇനി ഒരു 2 മീറ്റർ കൂടെ താഴ്ന്നാലേ റോഡിന്റെ നിലയിൽ എത്തത്തുള്ളൂ അല്ലേ? അതെ. അതിനുശേഷമേ വീണ്ടും താഴോട്ട് പോകാൻ കഴിയൂ. ഈ ജിതിൻ, അവിടെ ഈ സ്നിഫർ ഡോഗ് ഉണ്ട്, നായ്ക്കളുണ്ടല്ലോ, ആ നായ്ക്കളെ കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് അഭിഷേക് പറഞ്ഞത്. നായ്ക്കളെ നേരത്തെ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് ഈ മൺകൂമ്പാരത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഇപ്പൊ പോയത്. ഓക്കെ. ഇപ്പോൾ ആർമിയുടെ സംഘവും അവിടെയുണ്ട്, നേവിയുടെ സംഘവുമുണ്ട്, NDRFന്റെ സംഘവും അവിടെയുണ്ട് അല്ലേ? അതെ, SDRFന്റെ സംഘം, ഫയർഫോഴ്സും ഉണ്ട്. അപ്പോൾ 5 പേരുടെ സംഘവും അവിടെയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ ജിതിൻ, എന്തായാലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കത് വീട്ടിലേക്ക് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടുകാർ ഇത് കാണുന്നുണ്ടാവും. പരിഭ്രമിക്കാനൊന്നുമില്ല, ജിതിൻ അവിടെയുണ്ട്. ഇത് നമ്മൾ അർജുൻ്റെ അമ്മയോടും സഹോദരിയോടും കൂടി പറയുന്ന കാര്യമാണ്. ജിതിൻ അവിടെയുണ്ട്. ജിതിനാണ് ഇപ്പോൾ സംസാരിച്ചത്. കൃത്യമായ സമയത്ത് ജിതിൻ നമ്മളെ അപ്ഡേറ്റ് ചെയ്യും.